السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا
പെട്ടെന്ന് ഉത്തരം കിട്ടിയെന്ന് ചോദിച്ചാൽ മഹാനവറുകളുടെ ജീവിതം വളരെയേറെ സംശുദ്ധമാണ്. ഹറാമായ ഒരു സാമ്പത്തികമായ ഇടപാട് മഹാനവറുകൾക്കില്ല. ഹറാമായ ഓരോ മേഖലയോടും മഹാനവറുകൾ അടുത്ത് ഇടപഴകിയിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല. അതന്നെ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ കാരണമായേക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയത്തുകളും ഹദീസുകളും ആ വിഷയത്തിൽ ധാരാളമുണ്ട്. ഹറാമായ ഭക്ഷണം കഴിച്ചവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ പ്രവാചകൻ ഹറാം ഹറാമിനാൽ പൊട്ടിമുളച്ച മാംസമുണ്ടല്ലോ, വളർന്നു വന്ന മാംസമുണ്ടല്ലോ, അത് അന്നാറോലാബിഹി, അത് നരകവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ശരീരപേശികൾ, അവയവങ്ങൾ എല്ലാം അതിന്റെ ശക്തി കൂടി വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഹറാമാണെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ശരീരമാണല്ലോ. അതുകൊണ്ട് നമ്മളിൽ നിന്നുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാൻ സാധ്യതയില്ല. അള്ളാഹു എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ നല്ലതിൽ നിന്ന് നിങ്ങൾ തിന്നോളൂ എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂൽ വരെയും പറയുന്നു, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാത്, അള്ളാഹു നല്ലവനാണ്, നല്ലത് മാത്രമേ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിൽ മുർസലീൻ, അള്ളാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചത് മുർസലീങ്ങൾ നല്ലതിൽ നിന്ന് നിങ്ങൾ തിന്നണമെന്നാണ്. യാ അയ്യുഹർ റസൂൽ, ഓ പ്രവാചകരേ, കുലൂ മിൻ ത്വയ്യിബാത്, നല്ലതിൽ നിന്ന് നിങ്ങൾ തിന്നണേ, നല്ലത് നിങ്ങൾ ഭക്ഷിക്കണേ. വഅലമൂ സാലിഹാത്, നല്ലതേ നിങ്ങൾ തിന്നാവൂ എന്ന് പറഞ്ഞു പ്രവാചകന്മാരോട്. മുഅ്മിനീങ്ങളോടും പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നല്ല വസ്തുക്കളെ നിങ്ങൾ. എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, അതാ ചില മനുഷ്യന്മാര് അവര് കൈകളിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കും, അവരിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. പ്രാർത്ഥനാ മജ്ലിസുകളിൽ, പ്രാർത്ഥനാ സദസ്സുകളിൽ, അല്ലെങ്കിൽ ഒറ്റക്കും തനിച്ചുമൊക്കെ അവരിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. എന്നിട്ടവര് പറയുന്നു, യാ റബ്ബു യാ റബ്ബു, അല്ലാ അല്ലാ എന്ന് പറയുന്നു. പക്ഷേ വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഇന്നാ യുസ്തജാബു ലിമൻ ലിഹാദാ, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, അവൻ കുടിക്കുന്ന പാനീയം ഹറാമാണ്, അവൻ ധരിച്ച വസ്ത്രമാണ്, അവൻ വസിക്കുന്ന വീട് ഹറാമാണ്. ഹറാമിലായി തന്നെ അവനെ മുഴുവനായും ഹറാമിലാണ്. പിന്നെ എങ്ങനെ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുക എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പലിശ തിന്നവരുടെ പ്രാർത്ഥന, പലിശ തിന്നുന്നത് ഹറാമല്ലേ? പലിശ ഹറാമല്ലേ? അത് ഹറാമ് തിന്നുകയല്ലേ? അതുപോലെ തട്ടിപ്പറിച്ചത്, മോഷണം ചെയ്തത്, വഞ്ചിച്ചെടുത്തത്, അതുപോലെ പല നിലക്കും ഉള്ള സാമ്പത്തികമായ ഹറാമായ ആ ഒരു ഇടപാടിനാൽ ഉണ്ടായ സമ്പത്തുകൾ ഭക്ഷിക്കുകയും അത് ധരിക്കുകയും അത് കുടിക്കുകയും അത്
അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ്, എങ്ങനെ സ്വീകരിക്കൂ എന്റെ പ്രവർത്തന? അവനിങ്ങനെ കൈയായ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കും. അവൻ പറയും, യാ റബ്ബു യാ റബ്ബു യാ റബ്ബു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കില്ല. എന്തുകൊണ്ട്? അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, അവൻ കുടിക്കുന്ന പാനീയം ഹറാമാണ്, അവൻ ധരിക്കുന്നതും അവൻ വസിക്കുന്നതും എല്ലാം ഹറാമിലാണ്. പിന്നെ അവന്റെ പ്രാർത്ഥന എങ്ങനെ സ്വീകരിക്കും? പലിശ തിന്നവർ, പലിശ കച്ചവടം നടത്തിയവർ, വട്ടിയിൽ നിന്ന് കിട്ടിയ വരുമാനം, മറ്റുള്ളവനെ വഞ്ചിച്ചുകൊണ്ട് കിട്ടിയ വരുമാനം, ഇതെല്ലാം ഹറാമാണ്. അവന്റെ പ്രാർത്ഥന സ്വീകരിക്കില്ല. സൂക്ഷ്മത പാലിച്ച മഹാനായ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളുടെ ജീവിതം വളരെയേറെ വറയിലാണ്, വളരെയേറെ സൂക്ഷ്മതയോടുകൂടെയാണ് മഹാനവറുകൾ ജീവിച്ചത്. ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടവരാണ്. മഹാനവറുകളുടെ വീട്ടിൽ കുറച്ച് അതിഥികൾ വന്നു. അതിഥികൾ വന്നപ്പോൾ അവര് മഹാനായ കണ്ണിയത്ത് ഉസ്താദിനൊരു ഒരു ഹദിയ എന്ന നിലക്ക് കുറച്ച് ചായപ്പൊടി കൊണ്ടുവന്നിരുന്നു. കണ്ണിയത്ത് ഉസ്താദിന് ഈ ഹദിയ അങ്ങോട്ട് കൊടുത്തപ്പോൾ കണ്ണിയത്ത് ഉസ്താദിന്റെ എല്ലാം ഡീറ്റെയിൽസും ചോദിച്ചറിഞ്ഞു. തൃപ്തികരമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് സ്വീകരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇതെന്തിനാ, ഇതാർക്കാ? അപ്പൊ അവര് പറഞ്ഞു, കുറച്ച് അധികം ചായപ്പൊടി ഉണ്ടായത് കൊണ്ടായിരിക്കാം. അവർ പറഞ്ഞു, ഇവിടെ വീട്ടിൽ ഉസ്താദിനെ കാണാൻ ഒരുപാട് ആളുകൾ ഉസ്താദിനെ കാണാൻ വരുമ്പോ അവർക്കൊരു ചായ ആക്കി കൊടുക്കാനാണ് ഇത് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു. അവരുദ്ദേശിച്ചത് അധികം ചായപ്പൊടി ഉണ്ടായത് കൊണ്ട് വീട്ടുകാര് ഉപയോഗിച്ചാലും അതിലും അധികം ഉണ്ടാകുമ്പോ അവര് സ്വാഭാവികമായി പറഞ്ഞതാണ് വീട്ടിൽ അതിഥികൾ വരുമ്പോ അവർക്ക് കൊടുക്കാനാണ്. അല്ലാതെ കണ്ണിയത്ത് ഉസ്താദിന്റെ കുടുംബം എടുക്കണ്ട എന്ന ഉദ്ദേശം അവർക്കില്ല. പക്ഷെ അവരുടെ ഈ ഒരു വാക്ക് കണ്ണിയത്ത് ഉസ്താദിനെ വല്ലാതെ സ്വാധീനിച്ചു. അതിഥികളൊക്കെ പോയ ശേഷം വീട്ടുകാരെ മുഴുവനും വിളിച്ചു വരുത്തി കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഈ ചായപ്പൊടി നമ്മൾ എടുക്കരുതേ, ഇതിവിടെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ചായയാക്കി കൊടുക്കാൻ ഇവിടെ വന്ന ആ ആളുകൾ തന്നതാണ് എന്ന് പറഞ്ഞു വീട്ടുകാരെ പ്രത്യേകം ഏൽപ്പിച്ചു. നോക്കൂ നിങ്ങൾ, ഈ ഒരു സൂക്ഷ്മത എന്തൊരു സൂക്ഷ്മതയാണ്! അത്രമാത്രം റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവർക്കല്ലേ ഇങ്ങനെയൊക്കെ സൂക്ഷ്മത കാണിക്കാൻ സാധിക്കുക. ആ സൂക്ഷ്മതയാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ വിജയത്തിന്റെ രഹസ്യം. കണ്ണിയത്ത് ഉസ്താദിന്റെ വറാണത്. കണ്ണിയത്ത് ഉസ്താദിനെ ജനങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒപ്പം ആളുകൾ വളരെ ആദരവോടുകൂടെ കാണുകയും ചെയ്തു മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അല്ലാഹുവിനെ വല്ലവരും ഭയപ്പെട്ടാൽ അവനെ എല്ലാവരും ഭയപ്പെടുമെന്നാണല്ലോ ഹദീസിലുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ഭയപ്പെട്ട മഹാനായ കണ്ണിയത്ത് ഉസ്താദ് എല്ലാവരും അവരെ ബഹുമാനിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മഹാനവറുകളുടെ സൂക്ഷ്മത തന്നെയാണ്. കാരണം സൂക്ഷ്മത എന്നുള്ളത് മിസ്കാലു ഹബ്ബത്തിൻ മിനൽ വറ, അണുമണി തൂക്കം വറ എന്ന് പറയുന്നത് ഖൈറും മിൻ അൽഫി മിസ്കാലി സലാത്തിൻ വസിയാം, 1000 നിസ്കാരങ്ങളെക്കാൾ നോമ്പുകളെക്കാൾ
നല്ലതാണ് ഒരു അണിമണി തൂക്കം വറ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാ. അണുമണി തൂക്കം ഒരു വറ ഉണ്ടായ മനുഷ്യൻ അവൻ 1000 നിസ്കാരങ്ങളെക്കാൾ 1000 നോമ്പുകളെക്കാൾ നല്ലതാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഈ വറാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും കാത്തു സൂക്ഷിച്ചു പോന്നത്. മറ്റൊരു സംഭവം ഇങ്ങനെ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. പല ആളുകളും നേതാക്കളും പറയുന്നതും കേട്ടിട്ടുണ്ട്. വീട് താമസത്തിന് വേണ്ടി ഒരാൾ കണ്ണിയത്ത് ഉസ്താദിനെ ക്ഷണിക്കാൻ വന്നു. തൻ്റെ ഒരു ശിഷ്യൻ തന്നെ. അദ്ദേഹം പുതിയ വീടൊക്കെ നിർമ്മിച്ച് അതിൻ്റെ വീട് താമസത്തിന് ക്ഷണിക്കാനാണ് ഇദ്ദേഹം വന്നത്. കണ്ണിയത്ത് ഉസ്താദ് ഉടനെ ചോദിച്ചു, എന്താ നിന്റെ ജോലി? അദ്ദേഹത്തിൻ്റെ ജോലിയും വരുമാനവും വീടിന് ആകെ വന്ന തുകയും എല്ലാം കൂട്ടി നോക്കി കണ്ണിയത്ത് ഉസ്താദ് വരാമെന്ന് സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം കൂടെ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു. ഇരിക്കുകയായിരുന്ന കണ്ണിയത്ത് ഉസ്താദ് എണീറ്റ് നിന്നിട്ട് വയറിൻ്റെ മുകളിലുള്ള ആ ജുബ്ബ കുപ്പായം വന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു, പൊന്നുമോനെ, അഹമ്മദിൻ്റെ ഈ വയറ്റിലേക്ക് ഓർമ്മ വച്ചിട്ട് ഹറാമ് അഹമ്മദ് ഇറക്കി വിട്ടിട്ടില്ല. നിന്റെ വീട്ടിൽ വന്നാൽ എനിക്ക് ഹറാമ് ഭക്ഷിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു. കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു. ഇതാണ് സൂക്ഷ്മത. ഇതാണ് സൂക്ഷ്മത. ഈ ഒരു സൂക്ഷ്മത പാലിച്ചവരായിരുന്നു മുൻകഴിഞ്ഞു പോയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ. മഹാനായ ഇമാം അബൂ ഹനീഫ അൽ കൂഫി റഹിമഹുല്ലാഹ്, മദ്ഹബിന്റെ ഒന്നാമത്തെ ഇമാമായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരുമായി ഒരു യാത്ര പോകുന്ന സമയം കഠിനമായ ചൂടുണ്ടായപ്പോ ശിഷ്യന്മാരുടെ നിർബന്ധത്താൽ ഒരു കെട്ടിടത്തിന്റെ അടുക്കൽ വിശ്രമിക്കാൻ ഒരുങ്ങി. ശിഷ്യന്മാരൊരു കെട്ടിടം കാണിച്ചു കൊടുത്തു. ആ കെട്ടിടത്തിന്റെ താഴെ വിശ്രമിക്കാനാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ ശിഷ്യന്മാര് നിർദ്ദേശിക്കുന്നത്. ഇമാം അവറുകളൊന്ന് ചിന്തിച്ച് പറഞ്ഞു, ഞാൻ ഈ ബിൽഡിങ്ങിൽ ഞാൻ വിശ്രമിക്കില്ല. ശിഷ്യന്മാരൊക്കെ ചോദിച്ചു, വല്ലാത്ത ചൂടല്ലേ മഹാനായ ഉസ്താദെ, എന്താണ് ഇവിടെ വിശ്രമിക്കില്ല എന്നങ്ങ് പറയാൻ കാരണം? മഹാനായ ഇമാം അവറുകൾ പറഞ്ഞു, ഞാൻ ഈ മനുഷ്യന്, ഞാൻ ഈ കെട്ടിടത്തിന്റെ ഉടമക്ക് ഞാൻ കടം കൊടുത്തിട്ടുണ്ട്. സമ്പന്നനായ മഹാനായ അബൂ ഹനീഫ ഇമാം പറയുകയാണ്, ഈ കെട്ടിടത്തിന്റെ ആൾക്ക് ഞാൻ കടം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കടം കൊടുത്തത്, ആ കടം പൂർണ്ണമായും വീട്ടുന്നതിന്റെ മുമ്പ് ഞാനെങ്ങാനും അദ്ദേഹത്തിൽ നിന്ന് വല്ല ആനുകൂല്യങ്ങളും സ്വീകരിച്ചാൽ അത് പലിശയാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോവുകയാണ്. കുല്ലു ഖർളിൻ ജറ നഫ്അൻ ഫഹുവ റിബാ എന്ന ഹദീസ് മനസ്സിലാക്കിക്കൊണ്ട് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നമ്മുടെയൊക്കെ സൂക്ഷ്മത വല്ലാത്തൊരു സൂക്ഷ്മതയാണല്ലോ. അതാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. അടുത്ത കാലത്ത് കേരളത്തിൽ ജീവിച്ചു പോയ
മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിന് 4 നൂറ്റാണ്ടോളം പ്രസിഡന്റ് പദവിയിലിരുന്ന മഹാനവറുകളുടെ ചരിത്രമാണ് ഈ പറയുന്നത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതം, മുൻകഴിഞ്ഞു പോയ ആളുകളുടെ ജീവിതവുമായി ജീവിതത്തിനെ അങ്ങോട്ട് പകർത്താൻ ശ്രമിച്ചതാണ്. അതാണല്ലോ റഈസുൽ മുഹക്കിക്കീൻ. ഒരുപാട് കറാമത്തിന്റെ ഉടമയായ കണ്ണിയത്ത് ഉസ്താദിനെ ലോകം മുഴുവനും ആദരിച്ചത് അതുകൊണ്ടല്ലേ. അബൂ ഹനീഫ ഇമാമിന്റെ ഈ സൂക്ഷ്മത, അതുപോലെ ഒരു സൂക്ഷ്മതയാണല്ലോ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഇവിടെ കാണിച്ചത്. അതുപോലെ മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ മറ്റൊരു സംഭവം കൂടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു ആട് കളവ് പോയ ആടിന്റെ മാംസമെങ്ങാനും തിന്നേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മഹാനവറുകൾ ആടിന്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. ഒരാട് എത്ര കാലം ജീവിക്കുമെന്ന് മഹാനവറുകൾ അന്വേഷിച്ചപ്പോൾ 7 വർഷം ഒരാട് ജീവിക്കുമെന്ന് മഹാനവറുകൾക്ക് മറുപടി കിട്ടി. മഹാനവറുകൾ തീരുമാനിച്ചു 7 വർഷം ഇനി ആടിന്റെ മാംസം കഴിക്കില്ല. സൂക്ഷ്മത. യഥാർത്ഥത്തിൽ അവിടെ മഹാനവറുകൾക്ക് കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നത് ഹലാലാണല്ലോ. ഒന്നെങ്കിൽ മഹാനവറുകൾക്ക് കാശ് കൊടുത്ത് വാങ്ങിയത്, അല്ലെങ്കിൽ ആരെങ്കിലും ഹദിയ കൊടുത്തത്. പക്ഷെ സൂക്ഷ്മത, മഹാനവറുകൾ ആടിന്റെ മാംസം കഴിച്ചില്ല. ഇതാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. മഹാനോട് ഒരു പള്ളിയിൽ, ഒരു മഹല്ലത്തില് ഖാദിയും മുദരിസുമായി ജോലി ചെയ്തിരുന്നു. അവിടുത്തെ ഒരു വീട്ടിലെ ഒരു കുടുംബനാഥനുമായി വലിയ അഭേദ്യമായ ബന്ധം മഹാനവറുകൾക്കുണ്ടായിരുന്നു. ആ വീട്ടുകാരൻ മരണപ്പെട്ടപ്പോൾ കണ്ണിയത്ത് ഉസ്താദിനെ വിവരം അറിയിച്ചു. കണ്ണിയത്ത് ഉസ്താദ് വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടുകാരൻ ഉപയോഗിച്ച ഒരു വാച്ച് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് ആ വീട്ടിലെ മക്കൾ കൊടുത്തു. ഒരു നല്ലൊരു വാച്ച് സ്വീകരിക്കും മുമ്പ് കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, ബാപ്പാക്ക് എത്ര മക്കളുണ്ടായിരുന്നു? അവരുടെ ആ മക്കളിൽ ഒരു കുട്ടി യതീമും ആണ്, പ്രായപൂർത്തി എത്താത്ത ഒരാളും ആണ് എന്നറിഞ്ഞു. കണ്ണിയത്ത് ഉസ്താദ് അത് സ്വീകരിച്ചില്ല എന്നാണ്. അവിടെ കൂടിയ അവിടുത്തെ ബന്ധുക്കളൊക്കെ പറഞ്ഞു, ആ വാച്ച് നിങ്ങൾക്ക് താൻ തന്നു. ആ വാച്ച് കൊടുത്തപ്പോ അതുപോലും അന്വേഷിക്കാൻ, തനിക്ക് കിട്ടിയ ഹദിയ എന്താണ്, എങ്ങനെയാണ് എന്ന് അന്വേഷിക്കാനുള്ള ഒരു മനോഭാവം, അതല്ലേ സൂക്ഷ്മത. ആ സൂക്ഷ്മത കൊണ്ടല്ലേ മനുഷ്യൻ വിജയിക്കുക. മഹാനായ സുഫിയാൻ റഹിമഹുല്ലാ പറഞ്ഞത്, അലൈക ബിൽ വറ, ശ്രദ്ധിച്ചോ, എന്നാൽ യുഖഫിഫുല്ലാഹു ഹിസാബക, നിന്റെ വിചാരണ അല്ലാഹു എളുപ്പമാക്കി തരും. വറ നീ സൂക്ഷിച്ചോ, എന്നാൽ വിചാരണ എളുപ്പമാകും. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയാൽ
ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചാൽ വിചാരണ എളുപ്പമാകുമെന്ന് മഹാനായ സുഫിയാൻ റഹിമ. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ, മഹാന്മാരായ സഹാബിമാര് പറയുകയാണ്, കുന്നാ നദു സബഈന ബാബൻ മിനൽ ഹലാൽ മഖാഫതൻ നഖാബി ബാബിൻ മിനൽ ഹറാം. ഹറാമിനെ പേടിച്ച് ഹലാലിൽ നിന്ന് തന്നെ 70 അധ്യായം ഞങ്ങൾ ഒഴിവാക്കിയിരുന്നു. ഹലാലായ 70 അധ്യായം, 70 വാതിലുകൾ, 70 കാര്യങ്ങൾ ഞങ്ങൾ ഒഴിവാക്കിയിരുന്നു. ഹറാം വരുമോ എന്ന് പേടിച്ചിട്ട്, ഹറാം സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ട് ഹലാലിൽ നിന്ന് 70 ബാബിനെ ഞങ്ങൾ ഒഴിവാക്കിയിരുന്നു എന്ന് മഹാന്മാരായ സഹാബിമാര് പഠിപ്പിക്കുകയാണ്. ഹറാം വരുമോ എന്ന് പേടിച്ചിട്ട്, ഹറാം വരുമോ എന്ന് പേടിച്ചിട്ട് ഹലാലിനെ തന്നെ ഒഴിവാക്കുക. ഹലാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുവദിച്ച കാര്യമാണ്. മാത്രമല്ല ഹറാമും ഹലാലിന്റെയും ഇടയിൽ സംശയമുള്ള കാര്യം, ഹറാമോ ഹലാലോ എന്ന് സംശയമുള്ള കാര്യം ഒഴിവാക്കലാണ് മഹാന്മാരുടെ പതിവ്. അവരുടെ കണ്ണുകളും അവരുടെ കാതുകളും എല്ലാം അവര് സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു. സൂക്ഷ്മതയാണത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാർ അവര് ജീവിച്ചത്, അവര് ഭക്ഷിച്ചത്, അവര് നടന്നത്, അവര് കേട്ടത്, അവര് കണ്ടത് മുഴുവനും അവർ ഉറപ്പിച്ചു ഹലാലാണ്, ഹലായിൽ ഇല്ലായിരിക്കണമെന്ന്. അതല്ല ഹറാമോ ഹലാലോ എന്ന് സംശയമുണ്ടാകുമ്പോ അത് ഒഴിവാക്കുകയായിരുന്നു സഹാബത്തിന്റെ രീതി. സഹാബത്ത് ശ്രദ്ധിച്ചത് അങ്ങനെയാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, മാനബത മിനൽ ഹറാം അന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് മുളച്ച മാംസം അത് നരകത്തിലേക്ക് പോകുന്ന ശരീരമാണ്. റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവറുകൾ ലോകത്തിനിക്ക് കാണിച്ചു തന്ന സന്ദേശം അതാണ്. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഈ സൂക്ഷ്മത ലോകത്തെ പഠിപ്പിച്ചു. അത് ചെയ്ത് പഠിപ്പിച്ചു, പറഞ്ഞു പഠിപ്പിക്കുന്നതിന് പകരം ചെയ്ത് പഠിപ്പിച്ചു. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്. അതല്ലേ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി അവിടുത്തെ മൗലിദിൽ കവി പാടിയത്? യാ അയ്യുഹശ്ശൈഖുർ റഈസു അഹ്മദു ഖദ് കുന്ത ഫീഹാ ഫീനാ ഫീ ഹയാതിക തുസ്ഇദു. യാ അയ്യുഹശ്ശൈഖുർ റഈസു അഹ്മദു ഖദ് കുന്ത ഫീനാ ഫീ ഹയാതിക തുസ്ഇദു. ഇത്ര ഭാഗ്യവാനല്ലേ കണ്ണിയത്ത് ഉസ്താദ്. മസ്ജാ വമൻജാ മൽജാ നസ്തർഫിദു ഫീ കുല്ലി ഇസാരിൽ ഉമൂരി തുശദ്ദിദു തുഗ്ദി ഇജാബത വാഹിദിൻ മുതഫദ്ദിദു ബിദഅവത്തിൻ തദൂ ബിഹാ വതുമദ്ദിദു. യാ വദൂദ് യാ വദൂദ് എന്ന് ആകാശത്തേക്ക് കൈയർത്തി ദുആ ചെയ്താൽ ആ സമയം ഉത്തരം കിട്ടിയിരുന്ന മഹാനല്ലേ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. ബില്ലാഹി ലസ്ത തഖാഫു അഹദൻ യുഖിദു നാറൽ ഫുജൂരി വബിദ്അത്തിൻ ബൽ തത്റുദു വലം തഖിബ് ഐദിയതായിക തംതദു
തഇലു السما فتجي بما هو مقصد كم من سقيم جاءكم يسترفد يشفى وكم من وارد يستسعد. എത്ര ആളുകളാ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി കണ്ണിയത്ത് ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയുമ്പോ യാ വദൂദ് യാ വദൂദ് എന്ന് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകളിൽ മഹത്തായ പുണ്യനാമം അങ്ങോട്ട് പറഞ്ഞ് ദുആ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുന്ന കാഴ്ച. കം മിൻ ദരീരിൻ ഔ ഫഖീരിൻ തുൻഫിദു കം മിൻ മദീനിൻ ഔ റഹീനിൻ തുഫ്കിദു കം മിൻ കറാമാത്തിൻ റഅയ്നാ തംജദു ലാ നസ്തതിഉ ലിദിക്രിയാ തതഅദ്ദദു. എത്രയോ കറാമത്തുകളല്ലേ മഹാനായ കണ്ണിയത്ത് ഉസ്താദിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. എത്ര കറാമത്തുകൾ! കാരണം ജീവിതം വളരെ സൂക്ഷ്മതയിൽ തന്നെ ജീവിച്ച് കാണിച്ചു കൊടുത്തു സൂക്ഷ്മത എന്താണ് എന്ന്. പറയാൻ പ്രയാസമില്ല, എഴുതാനും പ്രയാസമില്ല, അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ, ജീവിതത്തിൻ്റെ പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരാൻ അതിനല്പം പ്രയാസമാണ്. അതാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് കാണിച്ചത്. അവസാന സമയം മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ വാദം കാരണം നടക്കാൻ കഴിയാതെ വരുമ്പോ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു പ്രാവശ്യം വലതുഭാഗം ബാത്റൂമിലേക്ക് പ്രവേശിച്ചപ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു പുറത്തു പോകണം എന്ന് പറഞ്ഞു. പുറത്തു പോകണം. വീണ്ടും തിരിച്ച് പുറത്ത് വന്നിട്ട് വീണ്ടും ഉള്ളിലേക്ക് പോയി. കാരണം ബാത്റൂമിലേക്ക് പോകുമ്പോ വെക്കേണ്ട കാൽ ഇടത് കാലാണല്ലോ. ആ ഇടതു കാല് വെച്ച് ബാത്റൂമിലേക്ക് പ്രവേശിച്ചു എന്ന് ഉറപ്പുവരുത്തി. ഇത് സ്വന്തം നടക്കാൻ പറ്റുന്ന സമയമല്ല, മറ്റുള്ള ആളുകൾ എടുത്ത് കൊണ്ടുപോകുമ്പോൾ പോലും ആ സൂക്ഷ്മത, അങ്ങനെ സൂക്ഷ്മത കാണിച്ച് ജീവിച്ച മഹാൻ അല്പം പോലും ഹറാം വയറ്റിലേക്ക് കടത്തിവിട്ടിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1936 രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ അംഗമായ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് കോഴിക്കോട് മുഷാവറ യോഗം നടക്കുന്ന കോഴിക്കോട്ടേക്ക് പോകുന്നത് കുറച്ച് ബസ് കയറിയും കുറച്ച് നടന്നുമാണ്. ഫറൂഖ് വരെ ബസ് കയറി അവിടെ നിന്നുകൂടി നടക്കുക. 50 പൈസ അതിനുപയോഗിക്കും. ഒരു ദിവസം അതാ തൻ്റെ യാത്രക്ക് വേണ്ടി ചെലവച്ച 50 പൈസ ഒരു പാവപ്പെട്ട യാചകൻ, അയാൾ അവശനായി മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ മുമ്പിലേക്ക് കൈ നീട്ടുന്നു. ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ യാത്രക്ക് എടുത്തു വച്ച 50 പൈസ 50 പൈസ 50 പൈസ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. ആ 50 പൈസ അദ്ദേഹത്തിന് കൊടുത്തു. ഇങ്ങോട്ട് നടന്നു. വാഴക്കാട്ടേക്ക് നടന്നപ്പോഴേക്കും സമയം ഒരുപാടായി. പള്ളിയിലെത്തിയപ്പോൾ മുതഅല്ലിമീങ്ങൾ പലരും ഉറങ്ങിയിട്ടുണ്ട്. ഒരു മുതഅല്ലിം ഉറങ്ങിയിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, നീ ഭക്ഷണം കഴിച്ചോ, ഈ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റില്ല, കാരണം
ഞാൻ ഇന്ന് നിങ്ങൾക്ക് ദറസ് നടത്തി തന്നിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദ് മഹത്തായ ഒരു ദൗത്യം നിർവഹണത്തിന് പോയതാണ്. അന്ന് ദറസ് നടത്തിയിട്ടില്ലെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല ഇസ്ലാമിൻ്റെ നിയമപ്രകാരം. സമസ്ത മുഷാവറ മീറ്റിങ്ങിന് പോയതാണ്, വലിയൊരു ദഅവത്തിന് പോയതാണ്. പക്ഷെ സൂക്ഷ്മത, മുത്തഅല്ലിം പറഞ്ഞു, എന്നാൽ ഞാൻ ഉസ്താദ് കഴിക്കണില്ലെങ്കിൽ എനിക്കും ആ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല. എന്നാൽ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, എന്നാൽ കിതാബ് എടുത്തുകൊണ്ട് വാ. കുറച്ച് കുട്ടികളെ കൂട്ടി ദറസ് നടത്തി, കിതാബ് വായിച്ച് അർത്ഥം വെച്ച് പഠിച്ചു കുട്ടികൾ. എന്നിട്ടാണ് കണ്ണിയത്ത് ഉസ്താദ് ഭക്ഷണം കഴിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇതാണ് സൂക്ഷ്മത, ഇതാണ് സൂക്ഷ്മത. ഈ സൂക്ഷ്മത കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും നിലനിന്നു എന്നുള്ള മാത്രമല്ല, മരണം തന്നെ വലിയ അത്ഭുതമാണല്ലോ. നമുക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും രേഖയിലുള്ളതും ഒരുപാട് നമ്മുടെ ഉസ്താദുമാര് പറയുന്നതും കേട്ടിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദിന്റെ ജനാസംസ്കാരത്തിന് വേണ്ടി പങ്കെടുത്തത് ലക്ഷങ്ങളാണ്, 8 ലക്ഷത്തിലേറെ ആളുകൾ. അത് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ആ മനുഷ്യ ജീവിതം നന്നായി എന്നതിനുള്ള ഒരു നല്ല ഒരു സന്ദേശമല്ലേ? അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കബൂലിയത്തും കൂടെയാണല്ലോ അത്. 8 ലക്ഷത്തോളം ആളുകൾ ജനാസ നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ഈ ഒരു വസ്തുത മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ ജനാസ 8 ലക്ഷത്തോളം ആളുകൾ ജനാസ നിസ്കരിച്ചു എന്ന് സമസ്തയുടെ ആരുമല്ലാത്ത, ഒന്നില്ലെങ്കിൽ പറഞ്ഞാൽ സമസ്തയുടെ വിരുദ്ധ ചേരിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് മങ്കട അബ്ദുൽ അസീസ് മൗലവി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന അദ്ദേഹം പോലും ചന്ദ്രിക ദിനപത്രത്തിൽ രേഖപ്പെടുത്തി. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മേൽ 8 ലക്ഷത്തോളം ആളുകൾ ജനാസ നിസ്കരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജനാസ നിസ്കരിക്കുന്നത് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിലാണ്. ഇത് തന്നെ വലിയ ഒരു കബൂലിയത്തല്ലേ? അതുകൊണ്ട് തന്നെ ആ കണ്ണിയത്ത് ഉസ്താദ് നേതൃത്വം നൽകിയ പുണ്യ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 1934 സമസ്ത രജിസ്റ്റർ ചെയ്യുമ്പോൾ മുഷാവറ മെമ്പറായി 1967 മുതൽ 93 വരെ മരിക്കുന്നത് വരെയും അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ ശംസുൽ ഉലമയുടെയും മറ്റു പല മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെയും ഗുരുനാഥനും വലിയ തഹ്ഖീഖുള്ള വലിയ മഹാപണ്ഡിതനുമായിരുന്നു മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. അതുകൊണ്ട് ആ കണ്ണിയത്ത് ഉസ്താദ് നയിച്ചത് അള്ളാഹുവിൻ്റെ തൃപ്തിയിലാണ്. അള്ളാഹു കൊടുത്ത മഹത്തായ അനുഗ്രഹം എന്ന് തന്നെ പറയാം. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നായകത്വം കൊടുത്തു എന്നത് ഇതിൻ്റെ ഒരു ബർക്കത്താണ്. അള്ളാഹു എൽമുള്ള ആളുകളെ ഉയർത്തുമല്ലോ. അതിൻ്റെ ആ ഒരു മഹത്വം സമുദായത്തിന് അതിൻ്റെ ഗുണം ലഭിക്കുമല്ലോ. അള്ളാഹു ഉയർത്തുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അറിവുള്ള പണ്ഡിതന്മാരാണ്.
ആ ഒരു പണ്ഡിത നേതൃത്വത്തിൻ്റെ കീഴിൽ കേരളീയ സമൂഹം ഭദ്രമായിരുന്നു. ഇന്നും അതിൻ്റെ പിൻഗാമികളായ അതിൻ്റെ ശിഷ്യന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാരാണ് നമ്മളെ നയിക്കുന്നത്. അവിടുത്തെ ശിഷ്യന്മാരായ മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയത്തങ്ങളും മഹാനായ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദും മഹാനായ ചേലക്കോട് ഉസ്താദും ഒക്കെയാണ് ഈ സംഘടനയ്ക്ക് ഇന്നും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പണ്ഡിത നേതൃത്വം മഹാന്മാരാണ്, വലിയ ഭാഗ്യമുള്ളവരാണ്, വലിയ തൗഫീഖുള്ളവരാണ്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഉലമാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ അംബിയായി ബനി ഇസ്രായീൽ, അവര് ബനു ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാണ്, വളരെ മഹത്വമുള്ളവരാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ സംഘശക്തിക്ക് കീഴിൽ ആ പാറ പോലെ ഉറച്ച് ജീവിച്ച് ഈമാൻ ഉള്ളവരായി മരിച്ചു പോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ സംഘടനാ സംവിധാനം അല്ലാഹു ശക്തിപ്പെടുത്തട്ടെ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ ശംസുൽ ഉലമ പോലെയുള്ള മഹാനന്ദന്മാരോടൊപ്പം നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹു നമ്മിൽ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് അള്ളാഹു നമ്മളെയും എല്ലാ മുഅ്മിനീങ്ങളെയും വിദേശി പ്രവാസി സഹോദരന്മാരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഉസ്താദുമാരെ, ഭാര്യ സന്താനങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ നാട്ടുകാരെ, എല്ലാ മുഅ്മിനീങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.